الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടുവാനും ഈമാനോടുകൂടി ഭൂമിയിൽ നിന്ന് യാത്ര പോകാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ വീടുകളിൽ ആശുപത്രികളിൽ കഴിയുന്ന ആളുകൾ അള്ളാഹു അവർക്ക് ആജിലും മുസ്തമിറുമായ ഷിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുകയും പ്രയാസങ്ങൾ നീക്കിത്തരികയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ടൈലർ സജീർക്ക് അദ്ദേഹത്തിൻ്റെ മാതാവ് ഇന്നലെ മരണപ്പെട്ടു പോയി. അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഖബർ സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ അവരെയും നമ്മളെയൊക്കെ അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ സൈഫ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം രോഗിയായി വീട്ടിൽ ശുശ്രൂഷയിലാണ്. അള്ളാഹു അദ്ദേഹത്തിനും എളുപ്പത്തിൽ ഷിഫ നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ ദീൻ ഇസ്ലാം എല്ലാ ആളുകൾക്കും പിൻപറ്റാൻ പറ്റുന്ന രീതിയിൽ, ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ എളുപ്പമായിട്ടാണ് അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, അള്ളാഹു നിങ്ങൾക്ക് ദീനിൻ്റെ നിർദ്ദേശങ്ങളിൽ, പാഠങ്ങളിൽ ഒന്നും തന്നെ പ്രയാസമുള്ളതായി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ തുടങ്ങിയുള്ള ആശയങ്ങൾ സൂചിപ്പിക്കുന്ന, പ്രതിഫലിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദീനിൽ ചെയ്യണമെന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ബാഹ്യമായി ചിലപ്പോൾ നോക്കുമ്പോൾ അതിലൊരല്പം അധ്വാനവും പ്രയാസമൊക്കെ ഉണ്ട്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജൊക്കെ അതിന് ബാഹ്യമായ ചില പ്രയാസങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ആന്തരികമായ അല്ലെങ്കിൽ അനന്തരമായിട്ടുള്ള നമ്മൾ ഫലങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രയാസമല്ല, നമുക്ക് നന്മ തന്നെയാണ്. മറ്റു ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധമായ ദീനിൻ്റെ ശരീഅത്തിൻ്റെ അധ്യാപനങ്ങൾ ഏറ്റവും സുന്ദരമായതാണ്, ലളിതമായതാണ്. ഓരോ മനുഷ്യനും അത് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും. മറ്റു സിദ്ധാന്തങ്ങളെ, തിയറികൾ അല്ലെങ്കിൽ മറ്റു ഫിലോസഫികളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അത് ഒരു സമൂഹത്തിലെ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം മനസ്സിലാക്കാൻ പോലും പറ്റുന്നതായിരിക്കും. എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ പോലും പറ്റുകയില്ല. ഇപ്പം നമുക്കറിയാം, കമ്മ്യൂണിസം എന്ന് പറയുന്ന സിദ്ധാന്തം, ഞാൻ അതിൻ്റെ ഒരു രാഷ്ട്രീയ തലത്തിലേക്കൊന്നും പോകുന്നതല്ല, ഒരു ഉദാഹരണം പറയാണ്. കമ്മ്യൂണിസം എന്താണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്താണെന്ന്, അല്ലെങ്കിൽ അതിൽ പറയുന്ന പല സിദ്ധാന്തങ്ങളും വൈരുദ്ധ്യാധിഷ്ഠിതമായിട്ടുള്ള ഭൗതികവാദം എന്താണെന്ന് ചോദിച്ചാൽ പോലും അതിൻ്റെ വക്താക്കൾക്ക് തന്നെ പലപ്പോഴും അത് വ്യക്തമായ രീതിയിൽ വിശദീകരിക്കാൻ പോലും പറ്റാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ചില സിദ്ധാന്തങ്ങൾ അതിൻ്റെ ആൾക്കാർക്ക് പോലും മനസ്സിലാക്കാറില്ല. ഇനി മനസ്സിലാകുന്നുണ്ടെങ്കിൽ തന്നെ 100-ൽ 10 ആൾക്ക് മാത്രമേ മനസ്സിലാവൂ. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഐഡിയോളജി തന്നെ ഏറ്റവും ലളിതമാക്കിയിട്ടാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ലളിതമായി തത്വം പറയുക മാത്രമല്ല, എല്ലാ ആളുകൾക്കും തങ്ങളെ ജീവിതവുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാന പ്രശ്നമാണ് അവൻ്റെ വിശപ്പ്, അവൻ്റെ ദാഹം, അവൻ്റെ ജീവിതോപാധി എന്ന് പറയുന്നത്. ഇതില്ലാത്ത ആരുമില്ല. പുരുഷന്മാരാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം സാമ്പത്തിക ചുമതല അള്ളാഹു നമുക്കാണ് നൽകിയിട്ടുള്ളത്. സാമ്പത്തിക ചുമതലയിൽ മനുഷ്യന് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ അധ്വാനിക്കും. അത് ഏത് മതക്കാരനായാലും ഏത് വർഗത്തിൽപ്പെട്ടവനായാലും അധ്വാനിക്കും.
എന്നാൽ പരിശുദ്ധമായ ശരീഅത്ത് ആ അധ്വാനത്തിന് എങ്ങനെ നന്നാക്കാം, അതിൽ എങ്ങനെ കാപട്യവും കളങ്കവും വഞ്ചനയും ഇല്ലാതെ മുന്നോട്ട് പോകാം എന്ന് നൽകുന്ന ഒരുപാട് അധ്യാപനങ്ങൾ പഠിപ്പിച്ചു പോയിട്ടുണ്ട്. കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മളത് ഒരു 3 ഖുതുബയിൽ തുടർച്ചയായി പരാമർശിച്ചിരുന്നു. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇസ്ലാം നൽകുന്ന മറ്റൊരു പാഠമാണ് സമ്പത്ത് ഉണ്ടാക്കൽ മാത്രമല്ല, സമ്പത്ത് നേടൽ മാത്രമല്ല, അതിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെതായ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്, അതിൻ്റെ ശറഈ വശങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതിനോട് കൂടെ ഇത് ചെലവഴിക്കുമ്പോൾ ഇതിൻ്റെ വ്യവഹാരത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഓരോ മുസ്ലിമും ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മുടെ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ലൈഫിന് വലിയ കോട്ടം സംഭവിക്കുന്നത്. പരിശുദ്ധമായ ശരീഅത്തിൻ്റെ ആ നിർദ്ദേശത്തിൻ്റെ ഏറ്റവും കാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഒരു കോണ്ടിന്യൂമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് നമ്മളിങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ 2 അറ്റങ്ങൾ കാണാം. 2 അറ്റം. ഒരറ്റത്ത് പിശുക്കാണ്, ഒരറ്റത്ത് പിശുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്താ പിശുക്ക് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ചെലവഴിക്കാതിരിക്കുക. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും തൻ്റെ ആശ്രിതരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ചെലവഴിക്കാതിരിക്കുക. ഇത് ഒരു മനുഷ്യനെ മുച്ചൂടും മുടിക്കും, അതിന് സംശയമില്ല. അതിൻ്റെ നേരെ വിപരീത അറ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്റാഫാണ്, ദുർവ്യയമാണ്, ധൂർത്താണ്. ഇത് രണ്ടും ഒരുപോലെ അപകടകാരിയാണ്. ഒരു ഭാഗത്ത് സമ്പത്തിനെ അന്യായമായി സൂക്ഷിച്ച് വെച്ച് അതിൻ്റെ അവകാശികളിലേക്ക് എത്തുന്നില്ല, തനിക്കും ഉപകാരപ്പെടുന്നില്ല, തൻ്റെ ആശ്രിതർക്കും ഉപകാരപ്പെടുന്നില്ല. ആ സമ്പത്ത് എന്നേക്കുമായി തൻ്റെ മരണത്തോടുകൂടി മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്നു. ഇനി ധൂർത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അതുകൊണ്ട് താൽക്കാലികമായ രസവും ആനന്ദമൊക്കെ നേടിയെടുക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ ലോങ് ടേം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ തന്നെ അതിനെ കൊണ്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടുകയും തൻ്റെ കൂടെയുള്ള ആളുകളും അതുകൊണ്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. ഇസ്ലാം ഇതിൻ്റെ രണ്ടിനെ നടുക്ക് ഇഅ്തിദാൽ, മിതവ്യയം, ഖസ്ദ്, ഇഖ്തിസാദ് എന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് അള്ളാഹു നമ്മൾ നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. നമ്മൾ ഷുഹിലേക്ക് പോകാൻ, ഷുഹ് എന്ന് പറഞ്ഞാൽ പിശുക്കാണ്, ഈ പിശുക്കിലേക്ക് പോകാൻ വേണ്ടി പാടില്ല, അതുപോലെ ഇസ്രാഫിലേക്കും പോകാൻ വേണ്ടി പാടില്ല. ഓരോ മനുഷ്യനും ഈ നടുവിലെ പോയിന്റിൽ വന്നിട്ട് നിൽക്കണം. എന്താ കാരണം എന്നറിയോ? ലോകത്തെ എല്ലാ ആളുകളുടെയും സാമ്പത്തിക വരുമാനം എന്ന് പറയുന്നത് ഒരുപോലെയല്ല, ഒരുപോലെ ആക്കാൻ സാധ്യവുമല്ല. വൈവിധ്യങ്ങൾ അതിൻ്റെ കാരണമാണ്. അപ്പോൾ 1 ലക്ഷം മാസവരുമാനം കിട്ടുന്നവനും 50,000 കിട്ടുന്നവനും 20,000 കിട്ടുന്നവനും 10,000 കിട്ടുന്നവനും ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഈ ഐഡിയോളജി, ഈ തത്വം, ഇസ്ലാം പറയുന്ന സിദ്ധാന്തം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവന് സമാധാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി പറ്റും. എത്ര നിങ്ങൾ ഏൺ ചെയ്യുന്നു എന്നതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ അതിനെ എങ്ങനെ ചെലവഴിക്കുന്നതിൽ അതിൻ്റെ തത്വങ്ങൾ നിങ്ങൾ എന്ത് പിൻപറ്റുന്നു എന്നുള്ളതാണ് ഇസ്ലാം ഫോക്കസ് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വആതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബ്നസ് സബീൽ. വആതിദൽ ഖുർബ, നിങ്ങൾ ബന്ധുക്കൾക്ക് കൊടുക്കണം, ഹഖഹു, അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ ആശ്രിതരായി നിങ്ങളെ കഴിയുന്ന ആളുകൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ ചെലവിന് കൊടുക്കാൻ ബാധ്യതയായിട്ടുള്ള ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ കൊടുക്കേണ്ടതുണ്ട്. ഇനി അതല്ലാത്ത സദഖ എന്ന രീതിയിൽ ബന്ധുത്വം ചേർക്കാൻ വേണ്ടി കൊടുക്കുന്നത് അതും നിങ്ങൾ കൊടുക്കണം. വൽ മിസ്കീൻ, പാവപ്പെട്ടവന് നിങ്ങൾ കൊടുക്കണം. വബ്ന സബീൽ, യാത്രക്കാരനായ ആളുകൾ, ആവശ്യമുള്ള ആളുകൾ, അവർക്കും നിങ്ങൾ കൊടുക്കണം. അള്ളാഹു നിർദ്ദേശിക്കുകയാണ്, വലാ തുബദ്ദിർ തബ്ദീറ, നിങ്ങൾ സമ്പത്തിൽ ധൂർത്ത് കാണിക്കരുത്. കയ്യും കണക്കും നോക്കാതെ എങ്ങനെയൊക്കെയോ ചെലവഴിച്ച് തൻ്റെ പേരും തൻ്റെ പെരുമയും തൻ്റെ എല്ലാം ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ നിറച്ച് കാണിക്കുന്നതിന് വേണ്ടി നീ ധൂർത്ത് കാണിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ധൂർത്തന്മാർ ആരാണ്? കാനൂ ഇഖ്വാന ശയാത്തീൻ, അവർ പിശാചിന്റെ സഹോദരങ്ങളാണ്. അവരുടെ യാത്ര പിശാചിനോടൊപ്പമാണ്. പിശാചി മനുഷ്യനെ കുഴിയിൽ ചാടിക്കുന്നത് പോലെ ഈ മനുഷ്യനും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ കുഴിയിൽ ചാടും. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ, മനുഷ്യന്റെ ശത്രുവായ പിശാച്, ആ പിശാച് അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ കക്ഷികൾ ജയിക്കാൻ വേണ്ടി പോകുന്നില്ല. ശേഷമുള്ള ആയത്തിൽ അള്ളാഹു വീണ്ടും പറയുന്നു, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഐഡിയോളജി ആ ആയത്തിൽ നിന്നാണ് വരുന്നത്. വലാ തജഅൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക, ഖുർആൻ ഒരു പ്രയോഗമാണ്, ഒരു ആലങ്കാരിക പ്രയോഗം. നീ നിന്റെ കയ്യെ പെരടിയിലേക്ക് കെട്ടിയിട്ടവനാക്കരുത്. എന്ന് പറഞ്ഞാൽ ചെലവഴിക്കാതെ, ഒന്നിനും ചെലവഴിക്കാതെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുക, അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ചെലവഴിക്കാതെ. അങ്ങനെ ചില ആളുകൾക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതും ഒരു ഭയത്തിന്റെ പുറത്ത് സംഭവിക്കുന്നതാണ്, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം. ഇനി ചെലവഴിക്കാതിരുന്നാൽ നഷ്ടപ്പെടൂലേ? അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. വലാ തജഅൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക, നിന്റെ 2 കൈകളെ നീ പെരടിയിലേക്ക് കെട്ടിയിട്ടവനാക്കരുത്.
വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്തി, നീ പൂർണ്ണമായി കയ്യെ ഇളക്കി വിട്ടവനുമാകരുത്. അതാണ് അവിടെ രണ്ട് എക്സ്ട്രീം പോയിന്റ്സ് ആണത്. ഒന്ന് പൂർണ്ണമായ പിശുക്കും, രണ്ട് പൂർണ്ണമായ ദൂർത്തും. അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഫതഖഉദ മലൂമൻ, നീ പിശുക്കാണ് കാണിക്കുന്നതെങ്കിൽ നിന്റെ അവസാനം മലൂമായിരിക്കും. നീ ആക്ഷേപിക്കപ്പെട്ടവനാകും. ദുനിയാവിലും ആക്ഷേപിക്കപ്പെട്ടവനാകും, ആഖിറത്തിലും ആക്ഷേപിക്കപ്പെട്ടവനാകും. നീ ദൂർത്താണ് കാണിക്കുന്നെങ്കിൽ മഹ്സൂറ, നിന്റെ പര്യവസാനം നഷ്ടബോധമായിരിക്കും നിനക്ക്. ആ ഉള്ള സമയത്ത് അടിച്ചു പൊളിക്കാനും ദൂർത്ത് കാണിക്കാനൊക്കെ നമുക്ക് രസവും ആനന്ദം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ചുറ്റിപ്പറ്റി നിൽക്കാൻ തേനിന്റെ പുറകെ അല്ലെങ്കിൽ മധുരമുള്ള വസ്തുവിന്റെ പുറകെ അങ്ങനെയുള്ള ജന്തുക്കളൊക്കെ ഒരുമിച്ച് കൂടുന്നത് പോലെ ആ സമയത്ത് നമ്മൾ ചുറ്റിപ്പറ്റി നിൽക്കാനും നമുക്ക് ആവേശം പകരാനും ഒക്കെ ആളുകളുണ്ടാകും. പക്ഷെ ഈ സമ്പത്ത് കടന്നുപോയി കഴിയുമ്പോൾ നമുക്ക് ആരാരുമില്ലാതെ നമ്മൾ കടക്കണിയിൽ അകപ്പെട്ടിട്ട് മഹ്സൂറ, അവിടെ നഷ്ടബോധത്തിന്റെ കണക്കിലാകും എന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാഫിന്റെ വിഷയത്തിൽ വളരെയേറെ ഗൗരവത്തിൽ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ്? ഒരാളും ഈ വിഷയത്തിൽ അപകടത്തിൽ പെട്ടുപോകരുത് എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. എന്തെല്ലാം വിഷയങ്ങളിൽ ഇസ്രാഫ് നമുക്ക് കടന്നു വരുന്നുണ്ട്, ഓരോന്നിലും നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബേസിക്കലി നമ്മൾ പറഞ്ഞാൽ വെള്ളത്തിൽ നമ്മൾ തുടങ്ങണം. ഞാനൊക്കെ ആലോചിച്ച് പോകാറുണ്ട്, മൊത്തം നമ്മുടെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന വിശ്വാസികളുണ്ടെങ്കിൽ, വിശ്വാസമില്ലാത്ത ആളുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടില്ലല്ലോ, വിശ്വാസികളുടെ കൂട്ടത്തിൽ മറ്റു മതങ്ങളൊക്കെ കൂട്ടിയിട്ട് ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ മുസ്ലിമീങ്ങളായിരിക്കും. കാരണം മറ്റു മതസ്ഥർക്കൊന്നും ഈ പറഞ്ഞതുപോലെ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്ര നിയമനിർദ്ദേശങ്ങളൊന്നുമില്ല. കുളിക്കാൻ വെള്ളം, ഒതുവെടുക്കാൻ വെള്ളം, ഭക്ഷണം പാചകം ചെയ്യാൻ, അതെല്ലാ വെള്ളത്തിനും പ്രത്യേകം നിയമങ്ങളുണ്ടല്ലോ. എല്ലാ വെള്ളത്തിനെ കൊണ്ട് പറ്റൂല. തഹൂറായ വെള്ളമായിരിക്കണം, കലർപ്പില്ലാത്ത വെള്ളമായിരിക്കണം, ചത്തജീവി അതിൽ വീഴാൻ പാടില്ല. എന്തൊക്കെ നിയമങ്ങളാണ് ഇസ്ലാം അതുമായി ബന്ധിപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് നമ്മളായിരിക്കും. നിങ്ങൾ നോക്കിക്കോ, ബാങ്കിനെതിരൊക്കെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു 10 കൊല്ലം 20 കൊല്ലത്തിനിടയിൽ നമ്മളെ കമ്മ്യൂണിറ്റിക്കെതിരെ വരാൻ സാധ്യതയുള്ള ഒരു ആലോചന മാത്രമാണ്. ഒരു 20 കൊല്ലത്തിനിടയിൽ വരാൻ സാധ്യതയുള്ള ഒരു ആരോപണവും പ്രശ്നവും ഇതായിരിക്കും: വെള്ളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇത്രയും വെള്ളം കൊടുക്കാൻ പാടില്ല ഗവൺമെന്റ് എന്നുള്ള സംസാരങ്ങൾ വരെ പുറത്തു വരും. അല്ലാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുറ്റക്കാരാണോ എന്നുള്ളത് അവർക്ക് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിക്കുക. പള്ളീൻ്റെ വെള്ളമാണ്, വേറെ ആരോ കറണ്ട് ബില്ല് അടക്കുന്ന വെള്ളമാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ഉദൂയിലും മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ഇസ്രാഫ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഫിഖ്ഹിന്റെ നിയമപ്രകാരം സ്വന്തം വെള്ളത്തിലാണ് ഇസ്രാഫ് കാണിക്കുന്നതെങ്കിൽ കറാഹത്താണ്, അത് മോശമായ പ്രവൃത്തിയാണ്. വഖഫിന്റെ മുതലിൽ, പൊതുമുതലിൽ നിന്നാണ് ഇസ്രാഫ് കാണിക്കുന്നത് എങ്കിൽ അത് ഹറാമാണ് എന്നാണ് ഫിഖ്ഹിന്റെ നിയമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു സഹാബി വുളൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വുളൂ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരല്പം അമിതമായ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ഹാദ സർഫു, ഇതെന്താണ് ഇങ്ങനെ വല്ലാതെ വെള്ളം ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സഹാബി ചോദിച്ചു, അഫിൽ വുളൂ ഇസ്റഫ്, വുളൂ നല്ലൊരു കാര്യമല്ലേ, ഇബാദത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കമാണല്ലോ വുളൂ, ആ വുളൂവിലും ദൂർത്തും ദുർവയുണ്ട് റസൂൽ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി നമ്മളെല്ലാ പള്ളിൻ്റെയും ആ വെള്ളത്തിൻ്റെ ടാപ്പിൻ്റെ വെള്ളം നമ്മളിങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. സ്റ്റിക്കറായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഒഴുകുന്ന നദിയിൽ നിന്നാണെങ്കിലും ഒഴുകുന്ന നദിയിൽ നിന്നാണെങ്കിലും വെള്ളത്തിൽ ദൂർത്ത് പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കൊക്കെ മാപ്പാക്കി തരുമാറാകട്ടെ. 3 വട്ടമേ ഷറഅ് കയ്യും മുഖവും കയ്യും കാലൊക്കെ കഴുകാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. 3ൻ്റെ അപ്പുറത്തേക്ക് പോകൽ കറാഹത്താണ്. എന്നിട്ടും കഴുകിയോ ഇല്ലേ എന്നുള്ള വസ്വാസം ഉണ്ടെങ്കിൽ അതിന് ചികിത്സ വേറെതാണ്. അതിന് കഴുകിക്കൊണ്ടിരുന്നാൽ നമ്മുടെ രോഗം കൂടും എന്നതല്ലാതെ നമ്മുടെ ഈ പ്രശ്നത്തിന് പരിഹാരമാവൂല. ഒരു വസ്ത്രത്തിൻ്റെ നജസ് നീങ്ങാൻ അതിൻ്റെ ബാഹ്യമായ നിറവും മണവും രുചിയും ഒരു 3-4 പാട്ടൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആകേണ്ടതാണ്. എന്നിട്ടും തീരാതെ 4-3 ബക്കറ്റൊക്കെ കഴുകിയിട്ട് ഒരു വസ്ത്രം കഴുകുന്നുണ്ടെങ്കിൽ പ്രശ്നം ശറഇന്റെ ഫിഖ്ഹിന്റെ വകുപ്പിൻ്റെതല്ല, അത് ഇയാളുടെ വസ്വാസം നിറഞ്ഞ OCD നിറഞ്ഞ രോഗത്തിന്റെ ഭാഗമാണത്. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വെള്ളത്തിന്റെ വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. ഇസ്രാഫിൽ നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിന്റെ വിഷയത്തിലാണ് ദൂർത്ത്. ഭക്ഷണം നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ്. ബേസിക് നീഡ്സിലാണ് വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, ഇതിനൊക്കെ മനുഷ്യർ എണ്ണിയിട്ടിട്ടുള്ളത്. ബേസിക് നീഡ്സിനാണ് എല്ലാം ഇതിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷെ ഇന്ന് ഇതൊക്കെ ബേസിക് നീഡിന്റെ കാറ്റഗറിയിൽ നിന്ന് മാറിയിട്ട് പണ്ട് വിശപ്പിന് വേണ്ടി മാറാനും അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ചൂട് വെയിൽ എന്നൊക്കെ രക്ഷപ്പെടാനും വേണ്ടിയിട്ടൊക്കെയാണെങ്കിൽ ഇനി ഇതൊക്കെ ആർട്ടായിട്ട് മാറിയിട്ടുണ്ട്. ആർട്ട് ഓഫ് ഈറ്റിംഗ് ആണ് ഇന്ന്.
ഭക്ഷണം കഴിക്കുക എന്ന കല അടിസ്ഥാനത്തിൽ നിന്നും കലയിലേക്ക് അത് ഉയർന്നിട്ടുണ്ട്. ഭക്ഷണം ഉണ്ടാക്കൽ അങ്ങനെ തന്നെ, പാർപ്പിടവും അതും ഒരു കലയായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിനെ പ്രൊമോട്ട് ചെയ്യാനും അതിന്റെ വിവിധ തലങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പ്രചരിപ്പിക്കാനൊക്കെ അതിന്റെ ആളുകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. പക്ഷെ വിഷയം എന്താണ്? ഇത് ചെലവഴിക്കാൻ എൻ്റെ കയ്യിലുള്ള പണം ഇത് എത്രമാത്രം ഞാൻ ചെലവഴിക്കണം, ഇത്ര എനിക്ക് ആവശ്യമുണ്ടോ എന്നുള്ളിടത്താണ് ചിന്ത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വീട്ടിൽ ഒരു വിരിപ്പ് ആ വീട്ടുകാരന്, രണ്ടാമത്തെ വിരിപ്പ് അവന്റെ ഭാര്യക്കോ അവന്റെ മക്കൾക്കോ, മൂന്നാമത്തെ വിരിപ്പ് അവന്റെ അതിഥികൾ യാദൃശ്ചികമായി വന്നാൽ അവർക്ക് കിടക്കാൻ വേണ്ടി ഒരു വിരിപ്പ് നിങ്ങൾ കരുതണം. ഷൈത്താൻ, നാലാമതൊരു വിരിപ്പ് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അത് ഷൈത്താന് വന്ന് കിടക്കാനുള്ളതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ രണ്ട് വീടാണ് ഇപ്പോൾ, രണ്ട് വീട്. ഒന്നെന്താ, ഗൾഫിൽ നിന്ന് വന്നാൽ നമുക്ക് താമസിക്കാനൊരു വീട്, ഗൾഫിൽ വേറൊരു വീട്. എന്നിട്ട് ഈ വീടോ, ആ വീട് ഇങ്ങനെ 8 മാസം 9 മാസം 10 മാസം ഇങ്ങനെ പൂട്ടിക്കിടക്കും. അതിന്റെ മെയിൻ്റെനൻസിന് വേണ്ടി വേറെ ചിലവ്. പ്രിയമുള്ളവരെ, ഈ സമ്പത്ത് നൽകിയവൻ അല്ലാഹുവാണ്. ഉറപ്പായും അല്ലാഹു ചോദിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ അങ്ങനെ വീടെടുക്കേണ്ടി വന്നു യാദൃശ്ചികമായി, നിങ്ങളത് വാടക കൊടുക്കിൻ, ആവശ്യക്കാർക്ക് കൊടുക്കിൻ. അവർ വാടക കൊടുത്താൽ കുറെ പ്രശ്നം ഉണ്ടാകും. പിന്നെ നിങ്ങൾ വീടെടുത്തെന്തിനാ? നിങ്ങൾക്കറിയാം നിങ്ങൾ നാട്ടിൽ 1 മാസം താമസിക്കുമോ എന്ന് നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വീടെടുക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് 1 മാസം നാട്ടിൽ വന്നാൽ ആ 1 മാസം നിങ്ങൾക്ക് റെന്റിന് താമസിച്ചാൽ മതിയാകും. അള്ളാഹുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അള്ളാഹു എനിക്ക് സമ്പത്ത് നൽകുകയും മറ്റവന് കൊടുക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നോക്കുകയാണ്. സമ്പത്ത് ഇങ്ങനെ കൊടുക്കും ചില ആളുകൾക്ക്. അപ്പൊ തോന്നും പഠിച്ചൻ എന്നെ ഭയങ്കര കാര്യമാണ്, റബ്ബി അക്രമൻ, പഠിച്ചൻ എന്തൊക്കെയാ തന്നിരിക്കുന്നത്, ഇഷ്ടം പോലെ ഉണ്ട്. അതിന്റെ അപ്പുറത്തൊരായത്തും കൂടി ഉണ്ട്. അള്ളാഹുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ഒരു ഞെരുക്കങ്ങ് വരും, ഒരു പിടുത്തങ്ങ് പിടിക്കും. നമ്മുടെ ഈ ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ഒരു 3000 രൂപൻ്റെ ഡ്രസ്സ് ഇട്ട് ശീലിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരം മാത്രമല്ല മനസ്സും ആ 3000-ന് പാകപ്പെട്ടിട്ടുണ്ടാവും. എല്ലാ കാലവും ആ 3000, ഞാൻ ഒരു ഉദാഹരണം പറയാം, അതിന് സാധിച്ചു കൊള്ളണമെന്നില്ല. അയാൾക്ക് അതിന് താഴേക്ക് വരാൻ വേണ്ടി ഭയങ്കര പ്രശ്നമായിരിക്കും, ഉൾക്കൊള്ളാൻ അയാൾക്ക് കഴിയൂല. പക്ഷെ ഒരു പുറമേ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഒരു 3000-ന്റെ വസ്ത്രം കാണുന്നവനും 1500-ന്റെ വസ്ത്രം കാണുന്നവനും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ഒരു മനസ്സാക്ഷിയിൽ ആ ഒരു മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബ്രാൻഡഡ് മാത്രം ധരിക്കുന്ന ആളുകൾ എന്തോ ഇത് ധരിച്ചു കഴിഞ്ഞാൽ ഒരു അപകടമൊന്നും സംഭവിക്കൂല, അല്ലെങ്കിൽ ഭയങ്കര കംഫർട്ട്. ഇത് ആരുണ്ടാക്കിയ കംഫർട്ടാണ്? ഇത് സത്യത്തിൽ നമ്മൾ വിഡ്ഢികളാകാൻ, കൺസ്യൂമർ സൈക്കോളജി അവർക്ക് കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെ ബ്രാൻഡഡ് ആയ വസ്തുക്കൾക്ക് അവർ നമ്മുടെ മുമ്പിൽ, കണ്ണിന്റെ മുമ്പിൽ വലിയ താരമായി നിൽക്കുന്ന ആളുകളെ കൊണ്ടുവരുന്നു. അതിന്റെ അഡ്വർടൈസ്മെന്റ് ചെയ്യിപ്പിക്കുന്നു, ആഡ് ചെയ്യിപ്പിക്കുന്നു, പ്രൊമോഷൻ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് ഇതേ സാധനം നമുക്ക് വലിയ വിലക്ക് നമുക്ക് തരും. നമ്മളത് പച്ചവാജിമാരെ പൊട്ടന്മാരായി നമ്മളത് വാങ്ങുന്നു. നമുക്കെന്ത് കിട്ടുന്നു? നമ്മുടെ സാമ്പത്തിക നഷ്ടം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ അനാവശ്യമായ മേഖലകളിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പല മേഖലകളുണ്ട്. അവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ പ്രിയമുള്ളവർ, നമ്മൾ ഏറ്റവും കൂടുതൽ സമ്പത്തിനെ കുത്തൊഴുക്കി വിടുന്നൊരു മേഖലയാണ് നമ്മുടെ വിവാഹം എന്ന് പറയുന്നത്. അല്ലാഹു നമുക്കൊക്കെ മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഅ്ളമുൻ നിക്കാഹി ബറകതൻ ഐസറുഹാ മുഅ്നതൻ. നിങ്ങൾ നിക്കാഹിൽ ബറക്കത്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ള സഹായം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെലവ് നിങ്ങൾ ലഘൂകരിക്കും. ആ നിക്കാഹിലാണ് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള, സത്യത്തിൽ പല സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലൊക്കെ ഈ വിവാഹ ദൂതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയണമെന്ന് നമുക്ക് തോന്നാറുണ്ട്, പറയണമെന്ന് പലരും ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ലജ്ജയുടെ പേരിൽ, നാണക്കേട്, ഇതെങ്ങനെ ഉമ്മത്തിനോട് പറയും? കാരണം മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ടുള്ള ഒരു നാണം, ലജ്ജ, മാന്യത എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. അത് ആരും പറഞ്ഞു കൊടുക്കേണ്ടതല്ല. ആ കാര്യങ്ങൾ എങ്ങനെയാണ് പൊതുസമൂഹത്തിനോട് വ്യക്തമായി എക്സ്പ്ലിസിറ്റായി എങ്ങനെ സംവദിക്കുമെന്ന ചിന്തകളാണ് പലപ്പോഴും നമ്മളെ തടഞ്ഞു വെക്കുന്നത്. ചില മഹല്ലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫ്ലക്സിൽ കാണാൻ വേണ്ടി പറ്റും. ദൂരത്തുള്ള വിവാഹങ്ങൾ, ഈ പറഞ്ഞ പടക്കങ്ങൾ, ഇതൊക്കെയുള്ള സാധനങ്ങൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കൂല. അവർക്കൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്കറിയാം. ഇവിടെ എന്താ നിങ്ങൾ ചിന്തിക്കേണ്ടത്? നമ്മളൊന്ന് ആലോചിക്കും. സത്യത്തിൽ ഒരു നിക്കാഹിന്റെ അവിടെ 2 തരത്തിലുള്ള ദൂർത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒന്നിന് വിവാഹവുമായി നടക്കുന്ന ചടങ്ങിലുള്ള ദൂർത്ത്, 2 ദിവസം 3 ദിവസമൊക്കെ നടക്കുന്ന നിക്കാഹുകൾ, കല്യാണത്തിന്റെ ഫംഗ്ഷനുകൾ. 2 ഈ പുതിയാപ്പിളിനെ കൊണ്ടുപോകുമ്പോൾ പ്രശ്നം.
നമ്മളൊന്ന് ആലോചിക്കുന്നു, ഈ പുതിയാപ്പുള്ള നിക്കാഹൊക്കെ കഴിഞ്ഞ് ഈ ഇങ്ങനെ കോമാളിയൊക്കെ കാണിച്ച് മാക്സിമം സന്തോഷത്തിൽ ആഘോഷത്തിൽ പോവുകയാണ്. ഇസ്ലാമിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? ഇവിടെ നിക്കാഹിന് പോകുമ്പോൾ കരഞ്ഞിട്ട് പോകണമെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതൊരു സങ്കടപ്പെടേണ്ട രംഗമൊന്നുമല്ല, സന്തോഷിക്കേണ്ട രംഗമാണ്. കാരണം ഓരോ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അയാൾ സ്വപ്നം കൊണ്ടൊരു ദിവസമാണത്. അള്ളാഹു വിവാഹിതരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. വിവാഹം പ്രായമെത്തിയ ആളുകൾക്കൊക്കെ അള്ളാഹു ഹൈറായ ഇണകളെ നൽകുമാറാകട്ടെ. അയാൾ സ്വപ്നം കാണുന്ന ദിവസമാണ്. അയാൾക്ക് സന്തോഷിക്കാനുള്ള വകുപ്പ് അള്ളാഹു നൽകിയിട്ടുണ്ട്. നബിതങ്ങളും പറഞ്ഞിട്ടുണ്ട്. നബിതങ്ങളുടെ വിവാഹത്തിന് പോയപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, ആ കൂട്ടത്തിൽ പാട്ട് പാടുന്ന ആളുകളില്ലേ എന്ന് ചോദിച്ചു. അവർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, പാട്ട് പാടുന്ന കുറച്ച് ആളുകൾ അയക്കും. അൻസാറുകൾക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അനുവാദമുണ്ട്, നമുക്ക് മാന്യമായ രീതിയിൽ ഷറ അനുവദിച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് പാട്ടാകാം. അതിന് മ്യൂസിക് പാടില്ല, അല്ലെങ്കിൽ ഷറ വിരുദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് പാട്ടുകൾ പാടാം. നല്ല നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കാം. അതല്ല ഈ പറയുന്നത്. ഈ ഷറ ഇറക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കോമാളി കളിച്ച് പോകുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് നമ്മൾ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്ന കാര്യം? ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ 50-50 ആണ്. എന്താ 50-50 എന്ന് പറഞ്ഞാൽ, ഈ റിലേഷൻ അള്ളാഹു എല്ലാ റിലേഷനും ഹൈറാക്കി തരുമാറാകട്ടെ. ഇത് സക്സസ് ആകോ ഇല്ലേ എന്ന് പഠിച്ചവന് മാത്രമേ അറിയൂ. ശരിക്കും പറഞ്ഞാൽ പേടിക്കേണ്ട ഒരു രംഗമാണ് നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ഒരു 3 വർഷം വരെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോഴത്തെ നിലവിലുള്ള കണക്കനുസരിച്ചിട്ട് ഇവിടെയാണ് ഈ മനുഷ്യൻ ആഹ്ലാദിച്ചിട്ട് എല്ലാം കിട്ടിയ പോലെ, എല്ലാം കഴിഞ്ഞതുപോലെയാണ് അയാളുടെ മുഖഭാവവും ഈ കൂട്ടത്തിലുള്ള ആളുകളുടെയൊക്കെ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാകുന്നത്. ആ സ്ഥാനത്ത് ഇവിടെ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ ഇണക്കവും ഐക്യവും സ്നേഹം ഇട്ടുതരേണ്ടവൻ അള്ളാഹുവാണ്. നമ്മൾ ഈ അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പേക്കൂത്തുകൾക്ക് നമ്മൾ അതിന് സാക്ഷികളാകുകയും നമ്മൾ അതിന് നേതൃത്വം നൽകുകയും ചെയ്യുമ്പോൾ പടച്ചോൻ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആരൊക്കെ കരയേണ്ടി വരും? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഈ പറഞ്ഞതുപോലെ അന്ന് നമ്മൾ ഈ ചെലവഴിക്കുന്ന ഹറാമായ പണങ്ങൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എൻ്റെ നിക്കാഹിന് എല്ലാ നിലയിലുള്ള ഹൈറും ബർക്കത്ത് ഉണ്ടാകണം. ആ സമ്പത്ത് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള മറ്റെന്തെല്ലാം വകുപ്പുകളുണ്ട്. നമ്മൾ ആലോചിക്കും, നമ്മൾ സാധാരണ നിക്കാഹിൻ്റെ സദസ്സ് കഴിഞ്ഞാൽ പറയിപ്പിക്കുന്ന ഒരു ദുആ ഉണ്ടല്ലോ, ബാറക്കല്ലാഹു ലക്കുമ വ ബാറക അലൈക്കുമ വ ജമഅ ബൈനക്കുമ ഫീ ഖൈർ എന്ന് പറയുന്ന ദുആ. ഒരു വരനും വധുവിനും കിട്ടുന്ന ഏറ്റവും വലിയ കോംപ്ലിമെൻ്റ് ആണ്, ദുആയാണ് ആ ദുആ. ആ ദുആ തന്നെയാണ് സത്യത്തിൽ ആ റിലേഷൻഷിപ്പിൻ്റെ കാമ്പ് എന്ന് പറയുന്നത്. അത് ആത്മാർത്ഥമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബന്ധം ഇൻഷാ അല്ലാഹ് അത് ഒരുപാട് കാലങ്ങൾ നിലനിന്ന് പോകും. നിങ്ങൾ നോക്കി, നിക്കാഹിന് വരുന്നു, നിക്കാഹിന് വന്നിട്ട് ആളുകൾ ഈ തരത്തിലുള്ള സാധനങ്ങൾക്കൊക്കെ സാക്ഷിയാകുന്നു. കഷ്ടപ്പെട്ട് ഇവിടെ എത്തിപ്പോയി, ഇനി ഇവിടുന്ന് പോകാനും പറ്റില്ല. 1-1.5 മണിക്കൂർ റോഡൊക്കെ ബ്ലോക്കായി, ആളുകൾക്കൊക്കെ പ്രയാസമായി, ചില ആളുകൾക്ക് തലവേദന ഒക്കെ വന്ന് പ്രയാസങ്ങളുണ്ടായി. മനുഷ്യന്മാരും മനസ്സുകൊണ്ട് ശപിക്കും, എന്തൊരു കഷ്ടമാണിത് എന്ന് ശപിക്കുമ്പോൾ സത്യത്തിൽ ആ മനസ്സ് നാവ് കൊണ്ട് ഇതൊന്നും പറയുന്നില്ലെങ്കിലും ഇത് സത്യത്തിൽ മനസ്സുകൊണ്ട് പറയുമ്പോൾ ഇത് ആർക്കാ വന്ന് ഭവിക്കുന്നത്? ഇത് ഈ വരനാണ് വന്ന് ഭവിക്കുന്നത്. അതുപോലെ ആ വരന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കാണ് ഇത് ഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതിൽ തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. ഇത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട വിഷയമല്ല. നമ്മൾ ഈ ചെറുപ്പക്കാരാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തീരുമാനം എടുക്കേണ്ടത്. ഞാൻ ആ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്, ഞാനാണ് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടത്. ഇതുവരെ കളിച്ചതിന്റെ പേക്കൂത്തിന്റെ ഒക്കെ റിസൾട്ട് അനുഭവിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അഅ്ളമുൻ നിക്കാഹി ബറക്കത്തൻ ഐസറുഹാ മുഅ്നതൻ, ഏറ്റവും ചെലവ് കുറഞ്ഞ നിക്കാഹ്, ഏറ്റവും ലളിതമായ വിവാഹ ഫംഗ്ഷൻ, അതാണ് ഏറ്റവും ബറക്കത്തുള്ള നിക്കാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ വിവാഹത്തിന്റെ അന്നും തലേന്ന് പിറ്റേന്നൊക്കെ ആയിട്ടുള്ള വിവാഹത്തിന്റെ ചടങ്ങുകൾ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരുപാട് സമ്പത്ത് ഉണ്ടായേക്കാം. കല്യാണം നടത്തുന്ന ആള് അങ്ങനെയാണ്. നമ്മളങ്ങനെ ആലോചിച്ച് നോക്കി, ഇതെന്തിനാ ഇത്രയും കൂടുതൽ പൈസ ചെലവാക്കുന്നത്? 2 സാധ്യതകൾ. ഒന്ന്, അയാളുടെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ രണ്ടാമത് അയാളുടെ കയ്യിൽ പൈസ ഉണ്ട്. പൈസ ഇല്ലെങ്കിൽ അയാൾ അത് കടമെടുക്കുകയാണ്. ഇല്ലാത്ത പൈസ കടമെടുത്ത് ലോൺ എടുത്തിട്ട് തൻ്റെ മകളുടെയോ മകൻ്റെയോ കല്യാണം ആർഭാടമാക്കുന്നു, ഹാഷ്വാഷാക്കുന്നു. എന്നിട്ടോ ആ കടം വിട്ടാൻ വേണ്ടി വേറെ കടം എടുക്കുന്നു, പലിശയ്ക്ക് വീണ്ടും കിടക്കുന്നു. അങ്ങനെ കാലാകാലത്തെ കപടമായ മേന്മ നടിക്കുന്നതിന് വേണ്ടി അപകടത്തിലേക്ക് പോകുന്നു. നമ്മുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ വാപ്പാന്നും കാരണവും എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ളതാണ്. ആ കാരണം എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ളതാണ്. എത്ര നമ്മുടെ ബഡ്ജറ്റ്, എത്ര ആ ബഡ്ജറ്റ് എങ്ങനെയാണ് ഒതുങ്ങുക, ആ രീതിയിൽ നമ്മൾ തർത്തീബാക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ അയാളെ കയ്യിൽ പണമുണ്ട്. ഈ പണമുണ്ട് എങ്കിൽ ആ പണത്തിനെ ശറഅ് അനുവദിച്ച രീതിയിൽ നിങ്ങൾ ചെലവഴിച്ചോളൂ. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകൾക്ക് നിങ്ങൾ നല്ല ഭക്ഷണം കൊടുത്തോ. ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഒന്നും കൂടി നിങ്ങൾ കൂട്ടിക്കോ, പ്രശ്നം വരുന്നില്ല. നിങ്ങൾ 3 ദിവസം കല്യാണം വെക്കുന്നു, 3 ദിവസം കല്യാണം വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന മിനിമം എന്ന പ്രശ്നം എന്താ? ഒരു വീട്ടിൽ തന്നെ 3 ആൾ 3 ദിവസം വരേണ്ടി വരും. ആളുകൾ 3 ആവർത്തി വരണം. ഈ 3 ദിവസം ഇടാനുള്ള ഡ്രസ്സ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും.
അതിൻ്റെ മിനിമം പൈസ വെച്ച് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും. സത്യത്തിൽ ഞാൻ അങ്ങനെ ഒരു കല്യാണം നടത്തുമ്പോൾ ഞാൻ മാത്രമല്ല പ്രയാസത്തിലാകുന്നത്, എൻ്റെ കൂടെയുള്ള ആളുകളും പ്രയാസത്തിലാകുക. ഇനിയിപ്പോൾ ഒരാൾക്ക് അത്രയും വലിയ ബന്ധങ്ങളുണ്ട്, അത്രയും ആളുകളായിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ട്, അവരാരെയും വിളിക്കാതിരിക്കാൻ പറ്റൂല. ഓക്കെ, നിങ്ങൾ ഒരു ദിവസം ഒരു ഗ്രൂപ്പിനെ വിളിക്കുക, രണ്ടാമത്തെ ദിവസം ഒരു ഗ്രൂപ്പിനെ വിളിക്കുക, മൂന്നാമത്തെ ദിവസം അതിന് ഷർഅ് നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. എല്ലാത്ത നിരക്ക് 2 ദിവസത്തിൽ കൂടുതൽ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ നടത്താൻ ഷർഅ് നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. അങ്ങനെ 3-ാമത്തെ ദിവസം ഫംഗ്ഷന് വിളിച്ചാൽ പോകാൻ ബാധ്യതയില്ല എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ഏറ്റവും മോശമായ വിവാഹ സൽക്കാരം അത് പാവപ്പെട്ടവൻ അവഗണിക്കപ്പെടുകയും ധനികനെ മാത്രം വിളിക്കപ്പെടുന്ന വലീമയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള, ഈ വിഷയം പറയുമ്പോൾ വലിയ നാണക്കേട് നമുക്കുണ്ട്. കാരണം ഇത് നമ്മൾ സ്വയം മനസ്സിലാക്കുക. കാരണം ഇതാരും അനുഭവിക്കുന്നത് പള്ളിയിലെ ഖത്തീബല്ല. ഈ കടത്തിന്റെ 1 രൂപ പോലെ നടക്കുന്നത് പള്ളിയിലെ ഖത്തീബല്ല, കമ്മിറ്റിക്കാരില്ല, ട്രഷററില്ല, സെക്രട്ടറി ഇല്ല. ഈ പുതിയ ഇത് കൊടുക്കേണ്ടത് ഈ പുതിയ നമ്മളീ പറഞ്ഞില്ല, ഈ ഒരു പക്വതയും ബോധവും വരണ്ടേ. ഈ സത്യത്തിൽ ജീവിതത്തിനെ കുറിച്ചുള്ള റെസ്പോൺസിബിലിറ്റിയിലേക്ക് മനുഷ്യന്മാർക്ക് ചിന്ത വരുന്നില്ല. ഓക്കെ, ഞാനൊരു 2 ലക്ഷം 4 ലക്ഷം കാർഡെടുത്താൽ ഞാനിത് എങ്ങനെ വിടും? കല്യാണം ഒരു കാറങ്ങ് എടുത്തേക്കാം, ഞാനതിന്റെ EMI എടുക്കാം, ഇത് എവിടുന്ന് എനിക്ക് കിട്ടാം? കല്യാണം കഴിയുമ്പോൾ പുതിയ പ്രൊമോഷൻ കിട്ടിയിട്ട് 2 ലക്ഷം 4 ലക്ഷം സാലറി ആകാൻ പോകുന്നുണ്ടോ? അപ്പൊ നമ്മളീ പറഞ്ഞ ഇതിന് റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു തോട്ടുണ്ട്. ഞാനാണിത് കൊടുക്കേണ്ടത്, ഇതാരും പള്ളിയിൽ പുസ്തകം കൊടുക്കൊന്നും ചെയ്യില്ല. ഈ ഒരു ബോധത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മരുന്ന്. പിന്നെ പടച്ചവൻ ഇത്തരം അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ ദൂരത്തിൽ ജീവിച്ച ആളുകളൊക്കെ നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചോ, കാണാം ഒരു പോയിന്റ് കയ്യിൽ ഇവരുടെ ഗ്രാഫ് അങ്ങ് താഴോട്ടേക്ക് വരും. കാരണം ഒരു സേവിങ്സും കയ്യിലുണ്ടാവില്ല. ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ടാകും, പക്ഷേ സേവിങ്സ് ഇല്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അതിനെ ഏറ്റവും മാന്യമായ രീതിയിൽ ചെലവഴിക്കാത്തതിൻ്റെ പേരിൽ കാട്ടത്തിലങ്ങ് കൂപ്പ് കുത്തിയിട്ട് ഒരു വീട് പോലും വെക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ആളുകൾ. അല്ലാഹു എല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ട്? അവർ പഠിച്ചിട്ടില്ല എങ്ങനെ ചെലവഴിക്കണമെന്ന്. അല്ലാഹു നമുക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഈ വിഷയത്തിൽ വലിയ ജാഗ്രത നമ്മൾ പുലർത്തണം. അപ്പോൾ എന്താണ് ഇതിൻ്റെ പരിഹാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ദൂരത്തിലേക്ക് എത്തുന്ന നമ്മുടെ കാരണങ്ങൾ, അതിൻ്റെ ശർഈയായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചർച്ച ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി വിഷയങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്തിൽ അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അതിന് അല്ലാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കുവാനും കടമില്ലാതെ മാന്യമായി ജീവിച്ച് അന്തസ്സോടെ മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.